ചാടി തൊഴിക്കണ അതിനെ പിടിയടി. അതിനെ ഒന്ന് പിടിക്കടി മോളെ. എന്റെ അമ്മച്ചിനെ പിടിച്ചല്ലേ അതും ചാടും. മിണ്ടാതെ വണ്ടി തള്ളി മനുഷ്യ. എന്റെ കുട്ടപ്പായ വന്നടാ. കുട്ടപ്പായാലും വന്നല്ലേ കൊറേ ആരും കൊഞ്ചി കളിക്കാതെ നല്ലെടുത്ത് കൊണ്ടിട്ട് എന്റെ ഈശോയെ, എന്താണ് കുട്ടപ്പ ഈ ആട് കോഴിയൊക്കെ? ഞങ്ങളെ അതെ കുടുംബമായിട്ട് പോന്നപ്പോ ഇങ്ങളെയും കൊണ്ട് കൊണ്ടുവന്നു. അവിടെ നിർത്തിയാൽ ആരാ പറ്റക്ക് തീറ്റ കൊടുക്കാൻ? എന്റെ ദൈവമേ, എന്റെ നാത്തോന് ക്ഷീണാണല്ലോ. അതെന്നാ പറ്റി? കൊയ്ത്ത് കഴിഞ്ഞതല്ലേ, പിന്നെ ക്ഷീണം. ഞാനൊന്നും ചെയ്തില്ല. ആദ്യം നിങ്ങൾ ഊഞ്ഞാലാത്തിനാ കണ്ട. എടാ മോനെ, എടാ അതിനെ ഉപദ്രവിക്കില്ലടാ. അത് നിന്നെ പോലെ തന്നെ ഒരു മൃഗല്ലേ. മൃഗൻ നിന്നെ പറ്റ എന്ത് ആടി നോക്കിയിരിക്കണം. അത് ആകത്തുള്ളു വെക്ക്. അച്ചാമ്മയെ പിള്ളേർക്ക് വലിയ ജീവനാ. എല്ലാരും കൂടെ വരണ്ടെന്ന് പറഞ്ഞ സമ്മതിക്കണ്ടായോ? മൂത്തവൾക്ക് ഏലപ്പാറയിൽ നിന്നും ഇടുക്കിന്നും ഓരോരോ ആലോചന വന്നു. ഇതിലേത് വേണമെന്നുള്ളത് നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അച്ചാമ്മേ, എടാ എടാ അതിനെ ജീവനോട് കൂടി എനിക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടോ? ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ആടിനെ പൊക്കലെന്നോന്ന് നോക്കിയതാ. എടാ പിന്നെ എന്തിനാണ് ആട് കരഞ്ഞത്? അപ്പൊ പിന്നെ പൊക്കൽ കാണാണ്ടായപ്പോ ഞാൻ ആടിന്റെ വയറ്റിലെ രോമം പറ്റിട്ടു. രോമം കണ്ട ചോറായോ? തിന്നടി. എന്റെ ഈശോയെ, എന്റെ നടുവ്. എന്താ എന്താ ഇവന് ചെവി കേൾക്കല്ലേ? അപ്പുറത്ത് ബാൻഡ് വായന നടക്കുകയല്ലേ, അതുകൊണ്ടാ ചെവി കേൾക്കാൻ പാടില്ലാത്തത്. ഊത്തൂത്താടെ അവന്റെ നീ അവിടെ ഇന്ന് ഊണ് കഴിക്കണ കുട്ടാപ്പി. അവനവിടെ കൊട്ടിലെ പാടെ എന്തെങ്കിലും ചെയ്തോട്ടെ. നീ ഒന്നങ്ങോട്ട് മാറി. അവനെന്റെ അവനെന്ന് ഞാൻ കൊല്ലുന്നു. കിടക്കാനുള്ളതാ. നോക്കി നോക്കി നോക്കി. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ജോണി മകനെ. വൈകിട്ടത്തെ കാപ്പിക്ക് മുമ്പ് കാട്ടെത്തി. കാട്ടൂര് പള്ളി പെരുന്നാളിന് ഇപ്രാവശ്യം ബാൻഡ് ഞങ്ങളാണ്. ഇച്ചിരി നേരത്തെ വന്ന അച്ചാമ്മനെ കാണാം, വിശേഷം അറിയാം. പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്താലോ. എന്നാണ് കൊടിയേറ്റം? വെള്ളിയാഴ്ച. അപ്പൊ നാളെ അടുത്ത മാസം അവസാനത്തെ വെള്ളിയാഴ്ച. അതുവരെ റിഹേഴ്സൽ നോക്കല്ല അല്ലേടി. എങ്കിൽ ഞങ്ങളുടെ ശവോടക്കിലൂടെ കൊട്ടിയിട്ട് പോയാ മതി. ജുവാനി മകൻ വല്ലതും പറഞ്ഞു. അല്ല, ഇനി ആഹാരം കഴിച്ചിട്ട് റിഹേഴ്സൽ എടുത്താ പോരേന്ന് ചോദിക്കുക. ഇന്നിനി വേണ്ട. എന്തേ? ഞങ്ങൾ ആദ്യത്തെ പന്തിക്ക് ഇരുന്നതാണ്. രണ്ടാമത്തെ പന്തിക്ക് ഇരുന്ന പെങ്ങൾ എന്ത് വിചാരിക്കും? വേണമെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാ ഒന്ന് ആലോചിക്കാം അല്ലേ. തൊഴിലെടുത്ത് കളിക്കുള്ള ഇരണം കെട്ടവനെ ഒന്ന് തന്നാലുണ്ടല്ലോ പിശാചി. കണ്ണിച്ചാ, നീ കുറച്ചേരം കളിച്ചിട്ട് വേഗം അതങ്ങ് തിരിച്ചു കൊടുത്തേക്കണം. അപ്പൊ തുടങ്ങാം മക്കളെ. മനുഷ്യനെ വല്ല കടമ കളിക്ക് പോവാണോ? ഇതാണ്ടി പൗണ്ടർ.
എനിക്ക് ഇതും വെച്ചോണ്ട് എങ്ങനെ മല കയറുന്ന സംശയം. ലൈറ്റ് ഉണ്ടെങ്കിൽ പവർ കട്ട് പോലെ. നിങ്ങൾ അത് എവിടെങ്ങാനും വെക്കേ, വല്ല കണ്ണുതീനെ വരുമ്പോ എടുത്ത് വെക്കാം. ആശ്വാസ എല്ലാം കാണാം. ഏതായാലും അച്ചാമ്മക്കുട്ടി ഒന്നല്ലേ ഈ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അച്ഛാ. അല്ല മോളാ, ഞാൻ അധികമൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇതിരിക്കട്ടെ. ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു മോളെ. മോളുടെ സ്നേഹം മാത്രം മതി അല്ലേടി? അതെ അതെ. കുട്ടികളുടെ കല്യാണ ആവശ്യം എന്തെങ്കിലും വരുമ്പോ ഞങ്ങളെ അറിയിക്കണം. ഉള്ളതുപോലെ സഹായിക്കാം. മതി മക്കളെ, ഞങ്ങളെ മറക്കാതിരുന്ന മാത്രം മതി. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലാം. മോള് ചെല്ലു. കട്ടപ്പനക്കാർക്ക് കാര്യമായിട്ട് എന്തോ അച്ചാമ്മക്കുട്ടി കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. അവൻ കഞ്ഞിയല്ലേടി, എന്തെങ്കിലും തെണ്ടി ചോദിച്ചു കാണും. ചെറ്റ. അയ്യോ, എന്നാ പറ്റി? ഓടി. എന്തോ പിള്ളേരി ഇത്, മാറങ്ങോട്ട്. എന്നതാടി ആലീസ് ചെയ്ത് ഈ സിഗരറ്റും കുറച്ച് ഭർത്താവെ പൊള്ളി കുറച്ച് തുണിയല്ലാതെ വേറെ ഒന്നും തന്നില്ലേ? വന്ന് കയറിയതല്ലേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് കാര്യമായിട്ട് എന്തെങ്കിലും തരാതിരിക്കില്ല. ഓ, ഇനി നമ്മള് പേര് കഴിഞ്ഞല്ലേ പോവും. ഉള്ളത് ഇനി നേരത്തെ തന്നാ എന്നെ കൈ വിളുക്കുവോ? 2 ബിസ്ക്കറ്റ് എങ്കിലും തരാൻ മേലായിരുന്നോ? ഇപ്പൊ ഊണ് കഴിച്ചല്ലേ ഉള്ളൂ, ഇനി അതിന്റെ പേര് ബിസ്ക്കറ്റോ? അല്ലേലും നിനക്ക് തിന്നുന്ന കാര്യമല്ലേ ഉള്ളൂ. എടി, ഇത് ആ ബിസ്ക്കറ്റ് അല്ല, ഗോൾഡ് 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 ബിസ്ക്കറ്റ്. മക്കളെ ഡാഡിയും മമ്മിയും ശല്യം ചെയ്യാതെ അപ്പുറത്ത് പോയി അച്ചായന്റെ മുതുക താനെ കളിക്കും. മക്കളെ ഇനി വാടാ, അച്ചായന്റെ മുറി ചെന്ന് ഡാഡിക്ക് 2 സ്വർണ്ണ ബിസ്ക്കറ്റ് തരാൻ പറ. തന്നില്ലേ കട്ടെടുത്തോണ്ട് വാടാ. മോളത് അവിടെ വെച്ചേ, ഞാൻ കഴിക്കോളാം. അമ്മച്ചി പോയി കിടന്നുറങ്ങ്, ഞാൻ കഴിക്കോളാം. എല്ലാ ബെഡ്റൂമും ഓരോരുത്തരായിട്ട് കയറിയിരിക്കുക. അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക, ഇവിടെ എന്താ ബന്ധുക്കളുടെ സംസ്ഥാന സമ്മേളനം വല്ലതും നടക്കുന്നുണ്ടോ? മനുഷ്യന് സ്വയരായിട്ട് കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് പതുക്കെ പറ. അവരോട് വെറുതെ നീരസം ഒന്നും കാണിക്കണ്ട. അവര് വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ. ഇതുവരെ കാണാത്ത ബന്ധുക്കളൊക്കെ ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. ഈ കണക്കിന് ഒന്ന് ഉറങ്ങാൻ നാട് വിടേണ്ടി വരുമല്ലോ. എന്റെ ആങ്ങളമാരോട് ഇറങ്ങി പോവാൻ എനിക്ക് പറയാൻ പറ്റുമോ? അമ്മച്ചി പറയണ്ട, ആ മലമൂടന്മാരോട് ഞാൻ പറഞ്ഞോളാം. അച്ഛന്റെയും ചേട്ടത്തിയുടെയും മുറി വരെ കയ്യേറുമെന്ന് പറഞ്ഞ ഓടാ അവിടുന്ന്. അച്ചാമ്മക്കുട്ടിയെ ഉറങ്ങിയോ? ഇല്ല. സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. വയസ്സാങ്കാലത്തെ കല്യാണം ആയതുകൊണ്ടായിരിക്കാം ആർക്കൊരു പരിഗണനയില്ലാത്തത്. ഒന്ന് പതുക്കെ, പിള്ളേരുണരും. ഓ, നമുക്കും വേണ്ട ഒരു ജീവിതം. ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും കഴിയണ്ടേ? സുഖത്തിനും സന്തോഷത്തിനും ഇപ്പൊ എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. അടുത്തെത്തിയിട്ടും അകന്ന് കഴിയാനാ വിധി. ബാക്കി നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. എനിക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഉറക്കവേ വരുന്നില്ല. എനിക്ക് ഉറക്കം വന്നില്ല അച്ചായ. അയ്യോ, പറ്റി എന്റെ കാലം ഇവരെ കത്തില്ല.